അതാവാ നിങ്ങളിന്ന് പണിക്കൊന്നും പോയില്ലേ? ഡേയ് നിന്റെ അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പണിക്ക് പോണ കേസ് പറയുന്നത്. എനിക്കത് ഇഷ്ടമുള്ള കേസല്ല. ഡേയ് നീയൊക്കെ എന്തിനാണ് പറഞ്ഞ ക്ലബ്ബിൽ പറഞ്ഞ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? മാന്യസദത്തിന് എൻ്റെ വിനീതമായ കോപ്പുകൈ. നീ നിന്ന് പ്രസംഗിക്കാതെ കാര്യം പറയടേ. നമ്മുടെ ഭാവന ക്ലബിന്റെ വാർഷികമാണ് വരാൻ പോണത്. ഇപ്രാവശ്യത്തെ പരിപാടി നമുക്ക് ഗ്രാൻഡ് ആക്കണം, പൊളിച്ചടുക്കണം. ആകെ 3-4-7 പേരുണ്ട്, 350 കുത്തിത്തിരിപ്പ്. ഡേയ് കുത്തിത്തിരിപ്പല്ല, നീക്കിയിരിപ്പ്. അതെങ്കിൽ മാമ ഇവന്മാർക്ക് ഈ പ്രൊഫസർ എന്തിനാണെന്ന് അറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം ആ ചൈതന്യ ക്ലബ്ബിലെ പയ്യന്മാർ നല്ല പൊള്ളിയായിട്ട് പരിപാടി നടത്തി. ആനെ കാട്ടി പൊളിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ കിടന്ന് കാണിക്കുന്നത്. ഇപ്പൊ തന്നെ നടത്തി കണക്ക് തന്നെ. എടാ അനിയന്മാരെ, ഞാൻ ഒരു കാര്യം പറയല്ലേ, ഈ ആന മുക്കണ കണ്ടിട്ട് ആട് മുക്കാൻ നിൽക്കരുത്, എല്ലാം കൂടെ കീറിപ്പോ. എന്തോന്ന് കീറിപ്പോ മാമ? ഞാൻ വൈകിട്ട് പറഞ്ഞുതരാം. ഹലോ, നമ്മളൊന്ന് മുക്കി നോക്കട്ടെ, ചിലപ്പോൾ വന്നാലാ. നിങ്ങൾക്ക് കൂടെ നേരാൻ പറ്റുമോ? അയ്യോ നമ്മളില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നങ്ങ് മുക്കിയാ മതി. വേണമെങ്കിൽ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് തരാം, അല്ലടാ? അത്രേ ഉള്ളൂ. ഓ സന്തോഷം, അത് മതി അണ്ണ. അതൊക്കെ പോട്ട്, കാര്യപരിപാടികൾ എന്തൊരു. രാവിലെ 8 മണിക്ക് ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഒന്നെൻ്റെ മാമി, പിന്നെ അവൻ്റെ കാപ്പിലെ കുഞ്ഞമ്മി. ഇങ്ങനെ മട്ടൻ ഭാവം കണ്ടപ്പോ ഞാൻ ഈശ്വര പ്രാർത്ഥന പാടണം റയാഘോഷാലും മഞ്ചേരി എന്ന്. 8:30 പതാക ഉയർത്തൽ. ഏത് നമ്മുടെ ക്ലബിന്റെ പതാകയാണ്? ഓ, ആ പച്ചയും മഞ്ഞയും നീലയും കൂടെ ചേർന്ന അതാകാൻ ഉയർത്തിയാൽ ഞാൻ പങ്കെടുക്കൂല. ദൈവത്തിനാണ് പങ്കെടുക്കൂലേ? ഇമാതിരി ഒരു വാണ കളറിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ആരാ സെലക്ട് ചെയ്ത ഈ കളറൊക്കെ? ഈ കളർ സെലക്ട് ചെയ്താ? ഈ ഭാവന ക്ലബ്ബ് തുടങ്ങിയ സമയത്ത് നിങ്ങളല്ലേ അതുണ്ടാക്കി വെച്ചത്? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അത് പൊക്കണ്ട, നാണക്കേട്. ഇപ്പൊ 9:30 പിള്ളേരുടെ ലെമൺ ആൻഡ് സ്പൂൺ. കരണ്ടിൽ നാരങ്ങോട്ടത്തിന് ഞാൻ പങ്കെടുക്കും. ഡേയ് അവൻ ലെമൺ സ്പൂണിന്റെ കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോ നീ കരണ്ടി നാരങ്ങ കുട്ടികളിയാണ് എന്റെ മാമ. രണ്ടും ഒന്നി തന്നെ. ലെമൺ സ്പൂൺ നീയാ. മുതുക് ചെറുക്കാൻ നീ എങ്ങാനും ഓടിക്കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കാലിൻ്റെ അടിയിൽ വലിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. ലെമൺ ആൻഡ് സ്പൂൺ കഴിഞ്ഞാൽ അടുത്ത് സൂചിയിൽ നൂല് കൊരുപ്പ്. സൂചിയിലല്ല, പിന്നെ അവന്റെ വായി കൂടെ കൊരുത്തെടുക്കാൻ പറ്റും. ഈ വെരിഫൈഡ് വിറ്റിനുള്ള ഒരു സമ്മാനം, പ്രോത്സാഹന സമ്മാനം കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. എന്ത് സുന്ദരിക്ക് മാത്രമേ പൊട്ടുവിടുള്ള? സൗന്ദര്യം ഇല്ലാത്തവർക്ക് എന്ത് പൊട്ടുവിട്ടാ ഇരിക്കൂലേ? അല്ലെങ്കിൽ തന്നെ സൗന്ദര്യം ഉള്ളതും ഇല്ലായ്മയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ഭാവന ക്ലബ്ബിൽ ബോഡി ഷേമിങ് ഞാൻ വെച്ചുറപ്പിക്കില്ല, അല്ലടാ തടിയാ. അത്രേ ഉള്ളൂ. എന്റെ മധുവണ്ണ, നിങ്ങൾ ചുമ്മാ ഈ കിടന്ന് അലമുണ്ടാക്കല്ലേ. മധുവാൻ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ. കണ്ണാ നിന്ന് ചുമ്മാ പറഞ്ഞു തീർക്കട്ട്. മധുവണ്ണ, അടുത്ത സ്ത്രീകൾക്കുള്ള പരിപാടിയാണ്. സ്ത്രീയൊക്കെയുള്ള പരിപാടിയൊന്നും വേണ്ട. സ്ത്രീയൊക്കെയുള്ള പരിപാടി വെക്കണം എന്തിന്? നമ്മൾ പുരുഷന്മാരെ പരിപാടി ഇരിക്കുകയല്ലേ. നിങ്ങൾക്ക് എന്താണ് ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇത്ര ദേഷ്യം? പെമ്പിളുടെ കാണുമ്പോഴത്തേക്കും ദേഷ്യമോടെ. കാര്യം എന്താണ്? വല്ല പ്രേമദേശം വല്ല ഉണ്ടോ? ഞാനും ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അമ്മ. നിങ്ങൾക്ക് ഈ സ്ത്രീകളെ ഇഷ്ടമില്ലാത്തതിന്റെ കാര്യം എന്തോന്നു? ഈ ടോപ്പിക്ക് വിട്. ഇവിടെ പെണ്ണുങ്ങളെ പറ്റിയുള്ള സംസാരം വേണ്ട. നമ്മളെ ക്ലബ്ബിൽ പെണ്ണുങ്ങൾക്കുള്ള പരിപാടി വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല, സ്ത്രീകളുടെ സാന്നിധ്യം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൗകിക ജീവിതം വരെ ത്യജിച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. അല്ലാണ്ട് ഈ ലൗകികമാണോ അത് ലൈംഗികമാണോ? ലൗകികം മറ്റത്, ലൈംഗികം മറ്റത്, രണ്ടായാലും അല്ല, എനിക്കല്ല. എടാ, ഇപ്പൊ എന്തായാലും ത്യജിച്ചില്ലേ, ഇനി അതല്ല ഇതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? റബേക്കയ്ക്ക് എന്ത് പറ്റി? അവള് ഭർത്താവും കൊച്ചുമായിട്ടൊക്കെ അമേരിക്കയിലല്ലേ ഇപ്പൊ? റബേക്കയ്ക്ക് എന്ത് പറ്റി? അവള് വേറെ ആരെങ്കിലും കൂടെ വിളിച്ചോടിയാ? അതല്ല, ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു. റബേക്ക. എടാ, കണ്ടുപിടിച്ചതിന് യുറേക്ക എന്നാണ് വിളിക്കേണ്ട. ഇതേതൊക്കെ റബേക്ക? അതെങ്കിൽ അത് കണ്ടുപിടിച്ച് പുള്ളിക്ക് വട്ടായം തോന്നുന്നു കേട്ടാ. എടാ, നീ വാച്ചും അതും ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് നിന്റെ തലേന്ന് പോയ മുടി എവിടെ പോയെന്ന് കണ്ടുപിടി. നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല, അളിയാ വന്നാണ്. ഓ, ബുദ്ധിജീവികളെ കൊണ്ടുപോയി കേട്ടാ, മുക്കിലെ ബുദ്ധിജീവികളെ കൊണ്ടുപോയി. എന്താ കാര്യം തോന്നുന്നു? അളിയ ടൈം ട്രാവൽ ചെയ്യണം. വാച്ച് കണ്ടുപിടിച്ചാൽ ഇത് വർക്കിംഗ് ആണ്, നമുക്ക് പാസ്റ്റ് പോകാൻ പറ്റും. എന്നാ നമുക്ക് പോയാലിയാ? പോവാളിയാ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ ചെന്നാൽ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റൂല. അച്ഛനെ മാറ്റാളിയാ, അതാ തലേ മുടിയാ. അളി, ഇത് തമാശയല്ല, സീരിയസ് ആണ്. സീരിയസ് ആയിട്ടൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു മാറ്റം വരുത്താളിയാ. നമുക്ക് കണ്ണന്റെ അച്ഛന്റെ അമ്മേരെ കല്യാണം മുടക്കിയാലോ? അതെന്തിന്? അത് മുടക്കിയ പിന്നെ ഇപ്പൊ ഉണ്ടാവൂലല്ലോ. ഇവന്റെ ഈ തൊലിപ്പും കേൾക്കണ്ട. അത് കൊള്ളാളിയാ, കൊടുകൈ. എന്നാലൊരു കല്യാണം മുടക്കം എന്തെന്നൊക്കെയാ കാണിച്ചത് നമ്മള്. ആ വിലാസ കള്ളക്കേസ് കുടിക്കളഞ്ഞല്ലടാ. എന്തായാലും നീ ആ കഴിപ്പണം കണ്ട ചെറുക്കം ഉണ്ടാവൂലല്ലോ. എന്നാലും ആ ചേച്ചിയെ കിട്ടിയത് ആരായിരിക്കും? ആര് കെട്ടിയ എന്താ? ചെറുക്കയില്ലല്ലേ? ഡേയ്, അത് ആരടാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ? ഒന്നുമില്ലണ, നമ്മളോട് ചുമ്മാ തമാശ കളിച്ചു. ഇത്ര പ്രായമായിട്ട് അവന്മാർ കുട്ടികളിയൊന്നും മാറിയിട്ടില്ല അല്ലേ അച്ഛാ? അർച്ചനയല്ല, അവന്റെ അച്ഛനാ. അപ്പൊ ലളിത ചേച്ചിയെ കിട്ടിയത് നിങ്ങളാണോ? ഇവനെന്താ? അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ തങ്കക്കൂടത്തിന്റെ കണക്ക് ഒരു കൊച്ചിനെ കിട്ടിയത്. നിങ്ങൾക്ക് ഇതൊന്നും ഇത്രയും നാളും അറിഞ്ഞൂടാത്ത പോലെ. എടാ, നീ ഒന്ന് കുറച്ച് നീയാണ് അന്നെങ്കിൽ ഒന്നാണ്. എന്തിനാ മധുവണ്ണ, ഒരു സത്യം പറയണം. നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ലളിത ചേച്ചിയിലുണ്ടായതല്ലേ യവൻ? എനിക്ക് ലളിതയ്ക്ക് മാത്രം അറിയുന്നുള്ള ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മളൊന്ന് ഊഹിച്ചതാ. സിക്സ്ത് സെൻസ് എന്ന് പറയും. എന്നാ ഇത് സെവന്ത് സെൻസ് ആയിട്ട് ആരും അറിയരുത്. കള്ളെ ആ വിലാസനെ വലിപ്പിച്ച് ജീവിക്കാൻ ഇത്രയും നാള്.